ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമരപ്പയറുണ്ടല്ലോ, ആ അമരപ്പയറിൻ്റെ താഴെ കേട്ടോ ഞാൻ നിൽക്കുന്നത്. വലിയ മരത്തിൻ്റെ മേലെയാണ് ഈ അമരപ്പയർ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വലിയൊരു ചക്കപ്പഴമുണ്ട്, അതിൻ്റെ മേലെ ഉണ്ടായതുകൊണ്ടൊന്നും ഒന്നും കിട്ടാറില്ല. ഒക്കെ ഇതങ്ങനെ താഴെ വീണ് പോവുകയാണ്. അതിൻ്റെ വിത്താണ് കേട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം ഇത് മൂത്ത് പൊട്ടിയിട്ട് ഈ വിത്ത് മുഴുവൻ താഴെ പോയിട്ട് ഇത് ഇവിടുന്ന് തന്നെ തൈ ആയിട്ടുണ്ടാവുകയാണ്. അപ്പോൾ ഈ തൈ മുഴുവൻ ഈ ചക്കപ്പഴത്തിൻ്റെ മേലോട്ട് തന്നെയാണ് വീണ്ടും വളർന്നുണ്ടാവുന്നത്. ഇത് വലിയ മരമായതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിൻ്റെ മേലെയോ ഒക്കെ പോയിട്ട് വലിയ തോട്ടിയൊക്കെ എടുത്തിട്ട് വേണം പറിക്കാൻ. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പറിക്കാറില്ല. ഒരു വട്ടം മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് നല്ലൊരു തൈ കണ്ടപ്പോൾ അത് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങക്കയുടെ താഴെ കുഴിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ. മുരിങ്ങക്ക ഇടയ്ക്ക് ഇടയ്ക്ക് വെട്ടി കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അധികം വലുപ്പമാവില്ല. അപ്പോൾ നല്ലൊരു തൈ എനിക്ക് കിട്ടി ഇവിടുന്ന്. അപ്പോൾ ഈ തൈ ഒന്ന് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ അമരപ്പയറിന്. നല്ലൊരു നമ്മൾ വേരൊന്നും അധികം പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ മുളച്ചുണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പം പറയുമ്പോൾ മണ്ണിലൊന്നും കുഴിച്ചിട്ടിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ അവിടെ വീണിട്ടുണ്ടാവുകയാണ്. അപ്പോൾ ഈ മുരിങ്ങയുടെ താഴെ കുഴിച്ചിട്ടാൽ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലമാണ്, എപ്പോഴും വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുഴിച്ചിട്ടാൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ പറിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്നും ഉപ്പേരി വെച്ച് കഴിക്കാൻ ഒരുപാട് ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ഇത് വളർന്നിട്ട് എന്നാ ഉപ്പേരി ഉണ്ടാക്കുക? ചക്കപ്പഴത്തിൻ്റെ മേലെ ഉണ്ട് കേട്ടോ, പക്ഷെ പറിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറിക്കാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാനിതിനെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. എന്നാലും ഉണ്ടാവില്ലേ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, എല്ലാം വാടിപ്പോവാണ്. കുഴിച്ചിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ നല്ല വെള്ളം കിട്ടുന്നതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ വലിയൊരു ചക്കപ്പഴവും കിട്ടാറില്ല കേട്ടോ. ഹാവ് എ നൈസ് ഡേ.